എങ്ങനെയാണ് മൂവി? മൂവി വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിൽ ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഉള്ള ഒരുപാട് അനീതികളും അസമത്വങ്ങളും ക്രൂരതയും എല്ലാം നിലനിൽക്കുമ്പോഴും അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ഒറ്റപ്പെട്ട രണ്ട് സ്ത്രീകൾ പരസ്പരം മനസ്സിലാക്കുന്നു, അവർ സ്നേഹിക്കുന്നു. അതിനാണ് ഈ സമൂഹത്തിൽ ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കുകയും അവരെ രണ്ടുപേരെയും ഇത്രത്തോളം ദുഃഖത്തിൽ ആക്കുകയും ചെയ്യുന്നതിൽ അതിനകത്തൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ പ്രസക്തി എന്നാണ് നമ്മൾ എല്ലാ മനുഷ്യരെയും മനസ്സിലാക്കുകയും വേറെ ആരെയും ഇവർ ഉപദ്രവിക്കുന്നില്ല, അവർ ജീവിക്കാൻ പോലും അവരെ സമ്മതിക്കുന്നില്ല. അപ്പം അതിനെപ്പറ്റി നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇത്രയും ഭംഗിയായിട്ട് ഈ മൂവി ഡയറക്റ്റ് ചെയ്തു. അതിനകത്ത് ആക്ടേഴ്സ് ഓരോരുത്തരും അവരവരുടെ പാട്ട് ഇത്ര നന്നായിട്ട് ചെയ്തു. അങ്ങനെയുള്ള മൂവികൾ കാണാൻ വളരെ പ്രയാസമുണ്ട്. പക്ഷെ ആളുകളിലേക്ക് ഇത് എത്തണുള്ളൂ. ഒരു തിയേറ്ററിലേ ഉള്ളൂ ഇവിടെ ഇത് ഷോ ആയിട്ട് കാട്ടാക്കട. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഇല്ലല്ലോ. ഞങ്ങളിങ്ങനെ പല മൂവികളും ഇതുപോലെ ഞങ്ങൾ പല മൂവികളും ഇതുപോലെ നല്ല മൂവികൾ കാണാൻ പോകുമ്പോൾ ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് എന്താണെന്ന്, ഈ ആളുകൾ ആവശ്യമില്ലെങ്കിൽ കാണിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ കുറേ നേരം കുത്തി ഇരുന്നിട്ട് പോയി. പുലിയാട്ടം എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു പടം തന്നെയാണ്. അത് കാണുന്നതിന് ഒരു തരക്കേടുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നതാണ്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഇത് കണ്ടതുകൊണ്ട് ആരും വഴിതെറ്റിപ്പോയാലോ ഇങ്ങനെയൊന്നും പോകുന്നില്ല. ആളുകളെ നമ്മൾ മനസ്സിലാക്കുക. പല വിധത്തിലുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. പിന്നെ വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ല, അവർ ജീവിക്കുന്നു, അവരെ ജീവിക്കാൻ അനുവദിക്കും. ശരിക്കും നല്ല ടച്ചിങ് ആയിരുന്നു. ഒരു ഡിഫറെൻ്റ് എന്ന് പറയാൻ ഇപ്പം ഇതിൻ്റെ ഒരു തീം മൊത്തത്തിൽ കാണാറുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കൂടുതൽ അവർ തമ്മിലുള്ള ആ മെൻ്റൽ റിലേഷനാണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഡയറക്ഷൻ നന്നായിരുന്നു. ക്യാമറ ആദ്യത്തെ ഇതൊക്കെ കാണിച്ച ഷോട്ടൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പാട്ട് അതും നല്ല, ആ പാട്ട് മതി നമുക്ക് ഈ ഒരു ഇത് കിട്ടാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അച്ഛനായിട്ട് അഭിനയിച്ച ദിൽഷ, മീര ഒക്കെ സൂപ്പറായിരുന്നു. നല്ലതായിരുന്നു, നല്ലൊരു ടച്ചിങ്. ഒരു ബ്യൂട്ടിഫുൾ മൂവി. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഒരു നല്ല തീമും സ്റ്റോറിയും ഉള്ള ഒരു മൂവി. നല്ല കാസ്റ്റിംഗ്. മീര നായരുടെയും ദിൽഷയുടെയും ആക്ട് ഉഗ്രനായിരിക്കണം. നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യിക്കണം. നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സിൽ അതിൻ്റെ ആ ഒരു കഥ നല്ലോണം അങ്ങ് ഇതാകുന്നുണ്ട്. ബ്യൂട്ടിഫുൾ മൂവി, എല്ലാവരും കാണേണ്ട ഒരു സിനിമ എന്നാണ്. ഫോട്ടോഗ്രാഫി അടിപൊളി. ഫോട്ടോഗ്രാഫി ഇസ് എക്സലൻറ്റ്, സൂപ്പർ. അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട് എഫക്ട്സ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് അങ്ങ് നോക്കിയിരുന്ന് കണ്ടുപോകും. എവരിബഡി ഷുഡ് സീ ഇറ്റ്. നല്ലൊരു തീമാണ്. നൈസ് മൂവി. കാരണം നോർമലി നമ്മളൊരു ലെസ്ബിയൻ സ്റ്റോറിയൊക്കെ കാണുന്നതിന് ഇച്ചിരി നല്ല വ്യത്യാസമായിട്ട് എനിക്കൊരു ഫീൽ ഓഫ് ലവ് ശരിക്കും ആ പേരിൽ തന്നെ, മൂവിയുടെ നെയിമിൽ തന്നെ ഉണ്ട്. ആ ഒരു ഡെപ്ത് നന്നായിട്ട് പോർട്രേ ചെയ്തു. ശരിക്കും ഇങ്ങനത്തെ മെസ്സേജൊക്കെ സൊസൈറ്റിക്ക് വേണം. അത് നമ്മൾ ഒരു ഐ ഓപ്പണിംഗ് ആണ് ശരിക്കും. അത് വളരെ ഭംഗിയായിട്ട് കൺവേ ചെയ്തു. എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി മീര, ദിൽഷ അവരുടെ ആക്ടിംഗ് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിലത്തെ സോങ് സൂപ്പർ. എവറിത്തിങ് വാസ് ഗുഡ്. ഇതൊരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് ഇങ്ങനെ തന്നെ കൺവേ ചെയ്യണം എന്നുള്ളത് അത് ഡയറക്ടർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല മൂവി. പ്രത്യേകിച്ച് നമ്മളിങ്ങനത്തെ ഒരു ജീവിതം കൊണ്ടുപോകുന്ന ആൾക്കാരെ നമ്മൾ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് വളരെ ഭംഗിയായിട്ട് ഈ മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. അത് സമൂഹത്തിനുള്ളൊരു മെസ്സേജ് തന്നെയാണ്. അവരെ ഇഗ്നോർ ചെയ്യാതെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഫാമിലി പോലും. ഓക്കെ. സീ ഓഫ് ലവ്, കടലോളം സ്നേഹം. ഒരു എന്താ പറയുക, ഞാൻ ഇപ്പം കണ്ടിറങ്ങിയേ ഉള്ളൂ. വളരെ എന്താ പറയുക, നമുക്ക് ശരിക്കും മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമയായിരുന്നു. LGBTQ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ സിനിമകൾ എടുക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് അത് കാണുമ്പോൾ പല സാഹചര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അതിനകത്ത് കുറേ സെക്ഷൽ കണ്ടൻസൊക്കെയാണ് കൂടുതലും ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സിനിമയെ മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു തരി പോലും അങ്ങനത്തെ ഒരു നെഗറ്റിവിറ്റി കാണിക്കാതെ ഏറ്റവും മനോഹരമായിട്ട് ആ സബ്ജക്റ്റിനെ പ്രസൻറ്റ് ചെയ്യുകയും ആ മെസ്സേജ് അവർക്ക് കൺവേ ചെയ്യാനും പറ്റി. പിന്നെ പ്രണയത്തെ ഇത്രയും മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്ത ഒരു സിനിമ ഞാൻ അടുത്തെങ്കും കണ്ടിട്ടില്ല.
അപ്പോൾ കടലോളം സ്നേഹം എന്ന് പറയുന്ന ആ സിനിമ എന്താണോ അവർ ഉദ്ദേശിച്ചത്, ആ ഡയറക്ടർ സായി കൃഷ്ണ ക്രിയേറ്റ് ചെയ്ത ആ ഒരു തോട്ട് പ്രോസസ്സ് ഏറ്റവും മനോഹരമായിട്ട് കൺവേ ചെയ്യാൻ ദിൽഷയും മീരയും നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര വലിയൊരു എഫേർട്ടാണ് ആ രണ്ടുപേരും എടുത്തിരിക്കുന്നത്. ശരിക്കും ഓരോ മൊമെൻറ്റിലും നമ്മൾ സെക്കൻഡ് ഹാഫിലൊക്കെ കരയാതിരിക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ അത്ര രസകരമായിട്ട് നമുക്ക് മനസ്സ് നിറഞ്ഞൊരു സിനിമ. ദിൽഷയ്ക്കും സ്പെസിഫിക്കലി മീരയ്ക്കും ഭയങ്കര വലിയൊരു കൺഗ്രാജുലേഷൻസ്. പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമ ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിനെ ഒരു സിനിമയാക്കാൻ മുമ്പോട്ട് വന്ന ജിബ്നു ജേക്കബ് എന്ന് പറയുന്ന ഡയറക്ടറിനും പിന്നെ അതിൻ്റെ ഡി ഒ പി ഐ മിസ് ദ നെയിം, പക്ഷേ നല്ല ക്യാമറ വർക്കായിരുന്നു, നല്ല എഫേർട്ട്ഫുള്ളി ആ സിനിമ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു LGBTQ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് മൂവിയാണ്. എല്ലാ ആൾക്കാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഏകദേശം 34ഓളം തിയേറ്റേഴ്സിൽ കേരളത്തിൽ ഈ സിനിമയുണ്ട്. ഇങ്ങനത്തെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുകയും വേണം, കാരണം അത്ര രസകരമായിട്ടാണ് ആ സിനിമ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും മനസ്സ് നിറയും. പിന്നെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഒരു സോങ് ഉണ്ട്. ആ സോങ്ങിൽ ആ പ്രണയത്തെ വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ പ്രണയിക്കാൻ തോന്നും ആ സിനിമ കാണുമ്പോൾ. വളരെ നല്ലൊരു സിനിമ. എല്ലാ ഭാവുകങ്ങളും സീ ഓഫ് ലവിനും അതിൻ്റെ ടീമിനും താങ്ക് യു. ഒരു ഇൻസൈഡർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ എലമെൻസ് ഉണ്ടാവുമല്ലോ, പക്ഷേ സ്നേഹത്തിൻ്റെ കഥ, പ്രണയത്തിൻ്റെ കഥ പറയുന്നൊരു സിനിമയാണ്. ഇന്ന് വന്ന് കണ്ട ഓഡിയൻസൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ആൾക്കാരുടെ ഹൃദയത്തിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അത് സങ്കടകരമാണ്. ഇത്തരം സിനിമകൾ ആളുകൾ കാണേണ്ടതാണ്, ആളുകൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതാണ് അത് ആൾക്കാർ കണ്ട് പറഞ്ഞ് അങ്ങനെ അറിയാം. ഇത്തരം സിനിമകൾ ഇപ്പോൾ വലിയൊരു സ്റ്റാർ കാസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര മാർക്കറ്റിംഗ് ചെയ്യാനുള്ളൊരു ബഡ്ജറ്റുള്ള ഫിലിംസ് അല്ല, പക്ഷെ നല്ല കഥ പറയുന്ന സിനിമകളാണ്. ആൾക്കാർ കണ്ടാൽ എന്തായാലും അവർക്ക് അത് ഇഷ്ടപ്പെടും. അപ്പോൾ അവർ കണ്ട് അവർ മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ വരുമെന്നാണ് പ്രതീക്ഷ.